മനുഷ്യന്മാർ സഹിക്കാത്ത ഒരു കാര്യമാണ് അപമാനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശത്രുക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ അയൽവക്കക്കാരാകാം, നമ്മുടെ സഹോദരങ്ങളാകാം, എവിടെ നിന്നും നമ്മുടെ ബന്ധുക്കളാകാം, എവിടെ നിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ അപമാനം എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ചിലരാണെങ്കിൽ പ്രതികരിക്കും, ചിലരാണെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ വീട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. ചിലർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നും. ചിലർ സ്പോട്ടിൽ പ്രതികരിക്കും, എന്നിട്ട് പിന്നീട് അത് തെറ്റായിപ്പോയി അങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ കുറഞ്ഞു പോയി അങ്ങനെ ചിന്തിക്കും. അങ്ങനെ പല രീതിയിലാണ് അല്ലേ. അപ്പം അപമാനം ഒരിക്കലും ഒരു മനുഷ്യനും സഹിക്കില്ല. അതിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പട്ടുമെത്ത ആണെങ്കിൽ എല്ലാവരും അതിനകത്ത് കയറിയിരിക്കും, ആവശ്യം കഴിഞ്ഞിട്ട് ചവിട്ടി തെച്ചിട്ട് പോകും അല്ലേ, വിരിച്ചിട്ടിരിക്കുന്ന ഒരു പട്ടുമെത്ത. എന്നാൽ മുള്ളുകൾ നിറഞ്ഞ ഒരു മെത്തയാണെങ്കിൽ ഇരിക്കില്ല. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളെ അപമാനിക്കണമെങ്കിൽ അതിനുള്ള അവസരം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു പരിധി വരെ. പിന്നെ ചിലർക്കൊരു പ്രത്യേകതയുണ്ട്, അപമാനിച്ചെങ്കിലേ ഒരു സുഖമുള്ളൂ അല്ലേ. അങ്ങനെയുള്ളവരുണ്ട്. ഈ ജോലിയൊക്കെ കിട്ടാത്ത പയ്യന്മാരെ കാണുമ്പോൾ ചിലർ ചോദിക്കത്തില്ല, ഇപ്പം എന്തോ പരിപാടി, ഇതൊക്കെ തന്നെയാണോ ഇങ്ങനെ ചോദിക്കുന്ന ചിലരുണ്ട് അല്ലേ. പല രീതിയിലുണ്ട്. കല്യാണമൊന്നും ആയില്ല അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾക്ക് ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ അപ്പോഴേ അടുത്ത ചോദ്യമാണ്, ഇതുവരെ ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് കേൾക്കുമ്പോൾ ഒരു സുഖം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാതെ നമുക്ക് പുതിയ ആലോചന കൊണ്ടുവരാനോ നമുക്ക് ജോലി മേടിച്ചു തരാനോ ഒന്നുമല്ല, അല്ലെ അത് കേട്ടിട്ടൊന്നും സന്തോഷിക്കാനോ അല്ല, ഒരു സുഖം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഇല്ല കേട്ടോ, ഒരു 99% അത്രേ ഉള്ളൂ, ബാക്കി 1% ഉണ്ട്, അതിനെ കണ്ടു കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ശത്രുവിനെ കുറിച്ച് തന്നെയാണ്. രഹസ്യമായിട്ടുള്ള ഒരു കർമ്മം, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് പലരും പറയുന്നുണ്ട്, താന്ത്രിക കർമ്മത്തിൽ പറയുന്നതാണ്. താന്ത്രികത്തിൽ ഇത് പറയുന്നില്ല. ഇത് പണ്ട് കാലഘട്ടത്തിൽ വാമൊഴിയായിട്ട്, വരമൊഴിയല്ല, അതുകൊണ്ടാണ് ഞാൻ താന്ത്രികത്തിൽ ഇല്ല എന്ന് പറഞ്ഞത്, വാമൊഴിയായിട്ട് പ്രചരിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്. പഴയ അമ്മൂമ്മമാർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു ഇതിനെപ്പറ്റി. അതുകൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളും നല്ല രീതിയിൽ നിലനിന്നിരുന്നത്. ഡിവോഴ്സ് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു അല്ലേ. ഇന്ന് പക്ഷെ അങ്ങനല്ല. ഇന്ന് പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കർമ്മം? ശത്രു ഉണ്ട് നിങ്ങൾക്ക് എന്ന് തന്നെ ഇരിക്കട്ടെ. ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല. പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇഷ്ടം പോലെ കൂടും. ചിലർ വിധി എഴുതും, ഇവ ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ ഇവൾ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല, അങ്ങനെ വിധി എഴുതും. അവരുടെ മുമ്പിൽ രക്ഷപ്പെടുമ്പോഴത്തേക്ക് എന്താണ്, പിന്നെ അവരുടെ മുഖത്ത് നോക്കത്തില്ല, അവരുടെ മനസ്സ് നന്നായിട്ട് എരിയും, പലപ്പോഴും ഇത് ആലോചിക്കും. അതുപോലും നമ്മളെ ബാധിക്കുമെന്നുള്ളതാണ്. അതൊരു പവറാണ്. അതൊരു എന്താ പറയുന്നത്, ഒരു ആത്മീയമായിട്ടുള്ളൊരു പവറാണ്. ആത്മീയത അവരുടെ പവറല്ല, അത് നല്ല പവറാണോ മോശം പവറാണോ എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ ഏൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ശത്രു എന്നൊരു സംഭവം ഉണ്ട് അല്ലെ, നമുക്കറിയാം ഇന്ന ആളാണ് നമ്മുടെ ശത്രു, ഇദ്ദേഹം എപ്പോഴും നമ്മളെപ്പറ്റി അനാവശ്യം പറഞ്ഞു വരുത്തുന്നു. നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഫെയർ അല്ല, ഒരു നല്ല കാര്യമല്ല. ഒരു വ്യക്തി, അത് നമ്മളാണെങ്കിലും നമ്മളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തെ പറ്റി സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെപ്പറ്റി പലതും പറഞ്ഞ് പരത്തുക, ഉള്ളതോ ഇല്ലാത്തതോ, ഉള്ളത് ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ ഒരാളെ അറിഞ്ഞോളൂ, അത് 10 പേരെ ചിലർക്ക് അറിയിച്ചെങ്കിലും ഒരു സുഖമുള്ളൂ. എൻ്റെ പറയാൻ ആരോടും പറയില്ലെന്ന്, എന്നിട്ട് പോയി അവർക്ക് തന്നെ ഈ 10 പേരോടും പറയണം. അങ്ങനെയുള്ളവരുണ്ട്, ഉണ്ട്. അങ്ങനെയാണോ? ചിലർക്ക് ചിലരുടെ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പരദൂഷണം എന്നൊക്കെ പറയാം, അത് കേൾക്കുമ്പോൾ ഒരു സുഖമുള്ളവരുണ്ട്. അവർ പക്ഷേ ആരുടെ പറയത്തില്ല, പക്ഷെ അവർക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം, അതിങ്ങനെ കേട്ട് സുഖിക്കും. പിന്നെ അത് അയ്യോ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം, അയ്യോ അങ്ങനെ അല്ലായിരുന്നു. ചിലർ ആ കേൾക്കുന്ന കാര്യങ്ങൾ കുറച്ചെടുത്ത് എന്താ പത്രത്തിനൊക്കെ 2ാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് തന്നെയല്ലേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ പുതിയൊരു വേർഷനാണ് അല്ലെ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അത്രേ ഉള്ളൂ. ആർക്കും അതിനകത്തുള്ള സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും അറിയണ്ട. അതൊക്കെ എന്താണെങ്കിലും ശത്രുവിനെ നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ അറിയത്തില്ല, ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? കർമ്മം ഇത് വാമൊഴിയായിട്ട് പ്രചരിച്ച ഒന്നാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവില്ലാത്തൊരു കാര്യമാണ്. ഒരു തീപ്പെട്ടി എടുക്കുക, തീപ്പെട്ടി എടുത്തതിന് ശേഷം ഫുൾ അതിനകത്ത് കോലുകളുള്ള തീപ്പെട്ടി എടുക്കുക. തീപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ കരിമരുന്നുണ്ടല്ലോ, അത് അഗ്നിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് തീപ്പെട്ടി തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ഫുള്ള് കോലുകൾ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം.
അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു ദിവസം പറയുന്നുണ്ട്, ശനിയാഴ്ച ദിവസമാണ് കേട്ടോ, സാറ്റർഡേയിലാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ശനിയാഴ്ചയാണ്. സാധാരണ ഈ സമയത്ത് ഞാനത് ചെയ്യത്തില്ല, ഈ ഒരു പകൽ വെളിച്ചത്തിൽ ഞാനിങ്ങനെ ചെയ്യാറില്ല, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ ചെയ്യാറില്ല വീഡിയോസ്. പക്ഷെ ഇത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്തതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീപ്പെട്ടി എടുക്കുക, അതിനുള്ളിൽ നിറയെ കോലുകൾ ഉണ്ടാവണം, കുറച്ചെടുത്ത് മാറ്റിക്കണം, ഒരു 3-4 ഒരു കുറച്ചെടുത്ത് മാറ്റിയേക്കുക, ഇച്ചിരി സ്ഥലം നമുക്കകത്ത് വേണം. എന്നിട്ട് സാറ്റർഡേ ടൈം ഒരു പ്രശ്നമല്ല കേട്ടോ, എപ്പോഴും ആവാം. എന്നിട്ട് നല്ലൊരു വെള്ള പേപ്പർ എടുക്കുക, വരയും കുറിയൊന്നും ഇല്ലാത്ത നല്ല ഒരു വെള്ള പേപ്പർ എടുത്തിട്ട്, ഒരുപാട് വലുതൊന്നും വേണ്ട, ചെറിയൊരു വെള്ള പേപ്പർ എടുക്കുക, സമചതുരാകൃതിയിൽ. ശേഷം ഒരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് നമുക്കറിയാം, ശത്രുവിനെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പേരങ്ങ് എഴുതണം. ഇത്രയും മതി, പുള്ളിയുടെ പേര് എഴുതുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രു എന്നങ്ങ് എഴുതിയാൽ മതി. ശത്രു നമുക്കറിയത്തില്ല. ശേഷം ഇത് മടക്കി ഇതിനകത്ത് വെക്കണം. ഈ തീപ്പെട്ടിക്കകത്ത് വെച്ച് തീപ്പെട്ടി എന്ത് ചെയ്യണം? അടയ്ക്കണം. അടച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സാറ്റർഡേ ആണ് കേട്ടോ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുന്ന ശത്രുവായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ രാഹുവിന് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കളിയുണ്ട്. അപ്പോൾ രാഹു എന്താണെന്ന് അറിയാമല്ലോ. അപ്പം ഓം രാഹവേ നമ എന്ന ഒരു മന്ത്രം പവർഫുള്ളാണ്. ഈ സംഭവം, ഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ എപ്പോഴും പവർഫുള്ളാണ്. അതുപോലെ തന്നെ നക്ഷത്ര ദേവതകളുടെ മന്ത്രങ്ങളും വളരെ പവർഫുള്ളാണ്. നിങ്ങളുടെ നക്ഷത്രം ഏതാണോ അതിൻ്റെ ദേവത, നക്ഷത്ര ദേവത ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട്, ഓരോരുത്തർക്കും ഓരോന്നാണ്, ആ നക്ഷത്രക്കാർക്ക് ഒരെണ്ണമുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ മറ്റ് എന്താ പറയുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ പോയി കിട്ടാത്ത ഒരു എനർജി അവിടെ ഉണ്ടാവും. നക്ഷത്ര ദേവത കണ്ടുപിടിച്ചാൽ മതി, ഒരു കാര്യമൊന്നുമല്ലത്. അപ്പോൾ നമ്മൾ ഈ തീപ്പെട്ടിക്ക് ഉള്ളിലേക്ക് ഈ പേര് വെച്ചു, മടക്കിയിട്ട് പേര് വെച്ചു, ഈ തീപ്പെട്ടി അടച്ചു. ശേഷം 24 hours 24 മണിക്കൂർ നമ്മളിത് കൊണ്ട് നടക്കണം. അപ്പം ആണുങ്ങൾക്ക് കൊണ്ട് നടക്കാം, പോക്കറ്റിലിട്ട് നടക്കാം. പിന്നെ സ്ത്രീകൾക്കും കൊണ്ട് നടക്കണം, അല്ലെ പേഴ്സിനകത്തോ എന്തെങ്കിലും എപ്പോഴും കയ്യിലുണ്ടാവണം ഈ സംഭവം. എവിടെയും വയ്ക്കാം കേട്ടോ, ഞാൻ എവിടെയാണെന്ന് പറയുന്നില്ല, ആസ് യു വിഷ്. അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കാം, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് വെക്കുന്നത്. എവിടെയെങ്കിലും വെച്ചാൽ മതി. 24 hours വെക്കണം. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഉറങ്ങുന്ന സമയത്തും പോക്കറ്റിൽ വയ്ക്കാം, എവിടെയെങ്കിലും വയ്ക്കാം, മാറ്റി വെക്കണ്ട. ഈ തലയുടെ അടിയിലൊക്കെ വെക്കാമെന്ന് പറയുന്നുണ്ട്, വേണ്ട, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കണം ഈ സംഭവം. ഇതിൻ്റെ കാരണം, എല്ലാ വ്യക്തികൾക്കും ഒരു പ്രഭാവലയം എന്ന് പറയുന്നതുണ്ട്. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്, എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഓറ, പ്രഭാവലയം എന്ന് പറഞ്ഞാൽ ഓറ, അതുണ്ട്. അത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നോ അതിനനുസൃതമായിട്ട് നമുക്ക് പല നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തില്ല. അതിനാണ് പലരും നമ്മൾ ദേഹരക്ഷ പണ്ട് മുതലേ ചെയ്യുന്നത്, അതിനാണ്. കാരണം അത് വീക്കായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ ഈ ഓറയും നമ്മുടെ ശരീരവും ഈ പറയുന്ന നമ്മൾ കൂടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ വസ്തുവും തമ്മിൽ ഒരു ചെറിയ റിയാക്ഷൻ അവിടെ നടക്കും. അതിനാ 24 hours പറയുന്നത്. ശേഷം ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എപ്പോഴും പൂർണ്ണ വിശ്വാസം അത്യാവശ്യമാണ്, ഈശ്വര വിശ്വാസം അത്യാവശ്യം തന്നെയാണ്. ഈശ്വരൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോയിലുള്ള രൂപമായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്ന ചില രൂപങ്ങളുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ചില ഇതുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് വൈബ്രേഷൻ ഉണ്ടാവും. പലരും വിളിക്കാറുണ്ട്, പലരും പറയാറുണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പലരും നിർത്താറുണ്ട്. അങ്ങനെ അത് ചെയ്യേണ്ട കാര്യമില്ല, വൈബ്രേഷൻ വരണം, എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ, ആ ധ്യാനത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനം മനനം എന്നുള്ളതാണ്. മനനത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ഉച്ചത്തിൽ നാമം ചെല്ലുന്നതിനേക്കാൾ മനനത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൽ ആ ഒരു ഈശ്വര രൂപം, നിങ്ങൾ ആരെയാണോ ഭജിക്കുന്നത് ആ ഒരു ഈശ്വര രൂപം ഉണ്ടാവണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇതിനെ 24 മണിക്കൂർ കഴിയുമ്പോൾ, എപ്പോഴും ആയിക്കോട്ടെ, ഇതിനെ കൊണ്ടുവന്ന് കുഴിച്ചിടുക എന്നുള്ളതാണ്. കത്തിക്കുന്നില്ല, കുഴിച്ചിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ്, ഇത് നശിച്ചു പോകണം, ഇത് ഭൂമിയോട് ചേരണം, നമ്മൾ ഫ്ലഷ് ചെയ്തും കളഞ്ഞാൽ മതി. രണ്ടിലൊരു കാര്യം ചെയ്യുക. എപ്പോഴാണോ നമ്മളിത് ശരീരത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് ആ സമയത്ത് നമ്മൾ ശുദ്ധി വരുത്തുക, അതായത് കുളിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞു.
അതിട്ടു, ഇനി അത് പോയോ, ഇനി അത് അവിടെ എന്തോ എടുക്കുന്നു, അങ്ങോട്ട് നോക്കി ഒന്നും നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഫ്രഷ് ആവുക എന്നുള്ളതാണ്. ശേഷം വിളക്ക് കത്തിക്കുന്ന സ്വഭാവമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നേരെ പൂജാമുറിയിൽ ചെല്ലുക. സമയം എപ്പോഴും ആയിക്കൊള്ളട്ടെ, സന്ധ്യയെന്നോ രാവിലെയെന്നോ ഉച്ചയെന്നോ ഒന്നുമില്ല. അവിടെ ചെല്ലുക. പരമമായ ഈശ്വരൻ, അത് നിങ്ങൾക്കുള്ള ദേവത ആരാണോ, ഇപ്പം ഞാൻ പറഞ്ഞ നക്ഷത്രാദി ദേവതയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതര മതസ്ഥരാണ്, സോ നിങ്ങൾ ആരെയാണോ ഭജിക്കുന്നത്, ദേവൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്യ ശ്രീയാം ജ്ഞാന വൈരാഗ്യോ ചൈവ ഷണ്ടാം ഭഗവതിങ്കന എന്ന് പറയുന്ന ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അത് ഏത് ഈശ്വരനാണെങ്കിലും. ഐശ്വര്യസ്യ സമഗ്രമായിട്ടുള്ള ഐശ്വര്യം എന്ന് വെച്ചാൽ വളരെ വിശാലമായിട്ടുള്ള ഐശ്വര്യം, സമഗ്രമായ ഐശ്വര്യം, യശസ്, ശ്രീത്വം, ജ്ഞാനം, വൈരാഗ്യം. വൈരാഗ്യം നമ്മുടെ വൈരാഗ്യമല്ല, മറ്റൊരാളോട് തോന്നുന്ന വൈരാഗ്യമല്ല, രാഗമില്ലാത്ത അവസ്ഥ, അതായത് അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് കേട്ടോ. ഭഗവാനെ സംബന്ധിച്ച് അതാണ്, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല, ഡിറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ എന്താണ്? വൈരാഗ്യമോ ശൈവ ഷണ്ടാം ഭഗം ഇതിങ്കന എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഐശ്വര്യസ്യ സമഗ്രസ്യ യശസ്, ശ്രീത്വം, ജ്ഞാനം, വൈരാഗ്യം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരവസ്ഥയിലുള്ള വ്യക്തി, ധർമ്മം. അപ്പോൾ ഇത്രയും 6 കാര്യങ്ങൾ ചേരുമ്പോൾ ഷണ്ടാം ഭഗം ഇതിങ്കന, ഈ 6 കാര്യങ്ങൾ ചേരുന്നവനാണ് ഈശ്വരൻ. ആ ഈശ്വരൻ ആരാണോ, നിങ്ങളുടെ ഇഷ്ടമുള്ളത് ആരാണോ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്, ഒരു ദോഷവുമില്ല. നമുക്ക് ദോഷം ഉണ്ടാവാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് പൊതുവേ മലയാളിയെ സംബന്ധിച്ചിടത്താണ് അത്ര ഇഷ്ടമല്ല. മലയാളിയെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇച്ചിരി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പൊലിപ്പിച്ച് കാണിക്കും, അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ തമിഴിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാറില്ല. അവൻ എത്രത്തോളം ഉണ്ടെങ്കിലും ഇല്ല 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 എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൻ പറയില്ല ഇല്ലെന്ന്. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, ഒന്നുമില്ല എന്ന് പറയാൻ പാടില്ല. ഉണ്ട്, ആവശ്യത്തിനുണ്ട് എന്ന് എപ്പോഴും മനസ്സിനെ പറഞ്ഞും ബോധിപ്പിക്കുക, നമ്മൾ സ്വയം പറയുകയും ചെയ്യുക. ഇല്ല എന്നുള്ള ഒരു സംഭവമേ നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്നുള്ളൊരു സംഭവം വേണം. എന്ന് വെച്ചാൽ ഡിക്ഷണറി മേടിക്കുമ്പോൾ നോക്കി മേടിക്കണമെന്നല്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് ആ നെഗറ്റീവ് തോട്ട് ഇല്ല എന്നുള്ളത് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഇനി മറ്റ് വല്ല കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല. ഇത്രയും ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ഇത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഗ്നിയുടെ പ്രത്യേകതയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ്, പലരുടെ ആവശ്യമാണിത് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. പുതിയ അധ്യായങ്ങൾ, പുതിയ കാര്യങ്ങൾ, 4ാം കെട്ട് എന്ന് പറയുന്ന വിദ്യ, കൗളമാർഗത്തിൻ്റെ 16ാം ഭാഗമാണ് ശരിക്കും അത്. ആ 16ാം ഭാഗം ഞാൻ 3ാം ഭാഗമായി തന്നെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. പലരും പറഞ്ഞു അതിൻ്റെ ബാക്കിയും കൂടെ പറയണേന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമസ്കാരം.